ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെ വെട്ടിലാക്കി കൂടുതൽ മൊഴികൾ. ദേവസ്വം രേഖകൾ തിരുത്തിയത് അംഗങ്ങൾ ഒപ്പിട്ട ശേഷമെന്ന് മുൻ ബോർഡ് മെമ്പർമാർ. തന്ത്രി കുടുംബത്തിലേക്കും സംശയമുന നീട്ടി പത്മകുമാറിന്റെ മൊഴി. കസ്റ്റഡിക്കായി SIT തിങ്കളാഴ്ച അപേക്ഷ നൽകും. കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ ചോദ്യം ചെയ്യില്ല. കൊച്ചി കാക്കനാട് ചൈൽഡ് വെൽഫെയർ ഷെൽട്ടർ ഹോമിൽ കൂട്ടബലാത്സംഗ പരാതി. മാനസിക വെല്ലുവിളി നേരിടുന്ന 14കാരി അടക്കം 4 കുട്ടികൾ പീഡനത്തിനിരയായി. ഗേറ്റ് കീപ്പറും ഡ്രൈവറും അടക്കം 3 പേർക്കെതിരെ കേസ്. സംഭവം 2024 നവംബറിൽ. നടുക്കുന്ന ക്രൂരത വെളിപ്പെടുത്തിയത് കൗൺസിലിംഗിൽ. കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കണ്ടെത്തിയ സംഭവം അരും കൊല. കുറ്റം സമ്മതിച്ച് വീട്ടുടമ ജോർജ്. കൊല്ലപ്പെട്ടത് ലൈംഗിക തൊഴിലാളിയെന്ന് പോലീസ്. വീട്ടിലെത്തിച്ച ശേഷം പണത്തെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ തലയ്ക്കടിച്ചു കൊന്നു. സംഭവ സ്ഥലത്ത് വാർഡ് കൗൺസിലർ എത്തിയപ്പോൾ ജോർജ് മൃതദേഹത്തിനരികെ. അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. ഈ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലക്കിട്ടടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സർവകക്ഷി യോഗത്തിൽ SIRലെ ആശങ്ക അറിയിച്ച് കക്ഷികൾ. BLOമാർക്ക് മേൽ മനുഷ്യത്വമില്ലാത്ത സമ്മർദ്ദമെന്ന് CPIM. 1 മാസത്തേക്ക് നീട്ടണമെന്ന് കോൺഗ്രസ്. പൗരത്വം വെച്ച് കമ്മീഷൻ കളിക്കുന്നുവെന്ന് ലീഗ്. നുണപ്രചാരണമെന്ന് BJP. BLOമാരെ സമ്മർദ്ദത്തിലാക്കില്ല എന്ന് രത്തൻ ഖേൽക്കർ. പാലക്കാട് ഇടതുമുന്നണിയിൽ സീറ്റ് കലാപം. 20ഓളം വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPI. മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. BJP നേതൃത്വം ഒറ്റപ്പെടുത്തിയെന്ന് പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ. സംസ്ഥാനമെങ്ങും മുന്നണികളെ വലച്ച് വിമതർ. കൊച്ചി കോർപ്പറേഷനിൽ 15 വിമതർ മത്സര രംഗത്ത്. 9 പേർ UDFൽ. പത്തനംതിട്ട കവിയൂരിൽ പത്രികയിൽ തെറ്റായ വിവരം ചേർത്തതോടെ UDF സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാകില്ല. BJPയെ സഹായിക്കാൻ നേതാക്കൾ ചതിച്ചെന്നാരോപണം. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മുന്നറിയിപ്പുമായി ഉമ ഫൈസി മുഖം. സമസ്തയിൽ നുടഞ്ഞു കയറുന്നത് തടയണം. സംഘടനയിൽ കയറിയാൽ സമസ്തയെ ചിതൽ പോലെ തകർക്കും. ജമാഅത്ത് ഇസ്ലാമിയെ നിർത്തേണ്ടിടത്ത് നിർത്തണമെന്നും ഉമർ ഫൈസി മുഖം. കൊല്ലം സ്വദേശി വേണു ചികിത്സാ പിഴവ് മൂലം മരിച്ചെന്ന പരാതിയിൽ ഡോക്ടർമാർക്കെതിരെ കുടുംബം. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു ന്യൂസ് മലയാളത്തോട്. മൊഴിയെടുപ്പിനെത്തിയാൽ ആക്രമണ സാധ്യതയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് തെറ്റ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ സഹായിക്കാൻ നീക്കമെന്നും സിന്ധു. കൊച്ചിയിൽ യുവതിയെ ക്രൂര മർദ്ദനത്തിനിരയാക്കിയ യുവമോർച്ച നേതാവിനെതിരെ കൂടുതൽ പരാതി. ഗോപു പരമശിവം കബളിപ്പിച്ച് പണം തട്ടിയെന്ന് BJP കോൾ സെന്റർ മുൻ ജീവനക്കാരി. ഗോപുവിനെ പുറത്താക്കി BJP. കസ്റ്റഡിയിൽ വാങ്ങാൻ മരട് പോലീസ്. കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ തൃശൂർ ഏങ്ങണ്ടിയൂരിൽ ദളിത് യുവാവ് വിനായകൻ ജീവനൊടുക്കിയതിൽ നീതി നിഷേധമെന്ന് കുടുംബം. കേസ് അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ നീക്കം. പോലീസുമായി ഒത്തുകളിക്കുന്ന നിലവിലെ പ്രോസിക്യൂട്ടറിൽ വിശ്വാസമില്ലെന്നും വിനായകന്റെ പിതാവ് CK കൃഷ്ണൻ. കൊച്ചിയിൽ CPOയെ ഭീഷണിപ്പെടുത്തി പണം തട്ടി SI. പാലാരിവട്ടം SI KK ബിജു തട്ടിയെടുത്തത് 4 ലക്ഷം രൂപ. CPOയെ ഭീഷണിപ്പെടുത്തിയത് സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞ് SI ബിജുവിനെതിരെ കേസ്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പുതിയ 2 മെത്രാൻമാർ. അഭിഷിക്തരായത് യൂഹാനോൻ കുറ്റിയിലും കുര്യാക്കോസ് തടത്തിലും. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ചടങ്ങ് നടന്നത് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിൽ. പൂജാ ബമ്പർ ഭാഗ്യശാലിയെ ഇന്നറിയാം. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നറുക്കെടുപ്പ്. 12 കോടി രൂപ ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്ക്.
ദുബായിലെ എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്നു വീണതിൽ അന്വേഷണം ആരംഭിച്ച വ്യോമസേന. അട്ടിമറി സാധ്യത ഉൾപ്പെടെ പരിശോധിച്ച അന്വേഷണം. വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻഷ് സ്യാലന്റെ മൃതദേഹം ഇന്ന് ദില്ലിയിലെത്തിക്കും. ടി.വി.കെ നേതാവും നടനുമായ വിജയുടെ മീറ്റ് ദ പീപ്പിൾ ക്യാമ്പയിൻ നാളെ കാഞ്ചീപുരത്ത് 1500ഓളം പേർ പങ്കെടുക്കും. പരിപാടി സ്വകാര്യ കോളേജിൽ. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവ്. ഒറ്റ ദിവസം 93 പൈസയുടെ നഷ്ടം. വിനിമയ നിരക്ക് 89.61 കൂപ്പുകുത്തി. യൂറോപ്യൻ പേയ്മെന്റ് സിസ്റ്റവുമായി UPI ബന്ധിപ്പിക്കുമെന്ന് RBI. പുതിയ ഇന്റർലിങ്കിംഗ് നടപടി യൂറോപ്പിലുടനീളം സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ സഹായകരം. രാജ്യാന്തര ഇടപാടുകൾക്ക് കൂടുതൽ പരിഗണന വേണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാജ്യത്തെ പുതിയ കരട് വിത്ത് ബില്ലിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കർഷക സംഘടനകൾ. ബില്ല് പിൻവലിക്കണമെന്ന് കിസാൻ സഭയും സംയുക്ത കിസാൻ മോർച്ചയും. മുന്നോട്ടു നീങ്ങിയാൽ രാജ്യവ്യാപക പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. വിത്ത് ഉത്പാദനത്തിലും സംഭരണത്തിലും കർഷക അവകാശം സംരക്ഷിക്കപ്പെടില്ല എന്ന ആക്ഷേപം. AI ഉപയോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപദേശവുമായി ലിയോ 14 മാർപ്പാപ്പ. AI ഉപയോഗിച്ച് ഗൃഹപാഠങ്ങൾ ചെയ്യരുത്. സാങ്കേതിക വിദ്യകളെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം. പാപ്പയുടെ നിർദ്ദേശം കത്തോലിക്ക യുവജന സമ്മേളനത്തിനിടയിലെ ചോദ്യോത്തര വേളയിൽ. എയർ ഇന്ത്യയുടെ പുതിയ മെനുവിൽ ഇടം പിടിച്ച് മലയാളത്തിന്റെ പ്രിയ വിഭവങ്ങൾ. മലബാർ ചിക്കൻ കറിയും ബിരിയാണിയും മെനുവിൽ. ജാപ്പനീസ്, കൊറിയൻ, യൂറോപ്യൻ വിഭവങ്ങളും പട്ടികയിൽ. പുതിയ മെനു തയ്യാറാക്കിയത് ഷെഫ് സന്ദീപ് കൽറ. ലോകമാകാംക്ഷയോടെ ഉറ്റുനോക്കിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ന്യൂയോർക്ക് മേയർ സുഹ്റാൻ മംദാനിയെ വാനോളം വാഴ്ത്തി ഡൊണാൾഡ് ട്രംപ്. മംദാനി ന്യൂയോർക്കിന് ലഭിച്ച മികച്ച മേയർ. വിമർശകരെ വരെ ആശ്ചര്യപ്പെടുത്തുന്ന ആളെന്നും പ്രശംസ. വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നീണ്ടത് 1.5 മണിക്കൂറിലേറെ. സമാധാന വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അഫ്ഗാനിലെ താലിബാൻ ഭരണം അട്ടിമറിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ. സംഘർഷം പരിഹരിക്കാൻ വിലങ്ങുതടിയാകുന്നത് താലിബാൻ എന്ന ആരോപണം. പാക് സന്ദേശം അഫ്ഗാന് കൈമാറി തുർക്കി. G20 ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിൽ അല്പസമയത്തിനകം തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടി അഭിസംബോധന ചെയ്യും. ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കില്ലെന്ന് അമേരിക്ക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ആദ്യത്തെ G20 ഉച്ചകോടി. നൈജീരിയയിൽ വീണ്ടും സ്കൂളിന് നേരെ സായുധ സംഘത്തിന്റെ ആക്രമണം. 215 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി. ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും സ്കൂൾ അധികൃതർ അവഗണിച്ചെന്ന് സർക്കാർ. ആണവ സ്ഫോടനത്തെ പോലും അതിജീവിക്കാനാകുന്ന കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ ഒരുങ്ങി ചൈന. ഇരട്ട അടിത്തട്ടോടെയുള്ള ദ്വീപ് 78,000 ടൺ ഭാരത്തിൽ. 2028 പ്രവർത്തനം പൂർത്തിയാകും. മെലിസ കൊടുങ്കാറ്റിന് പിന്നാലെ ജമൈക്കയിൽ എലിപ്പനി ഭീഷണി. ഇതുവരെ 6 പേർ മരിച്ചതായി റിപ്പോർട്ട്. 1 മാസത്തിനിടെ സ്ഥിരീകരിച്ചത് 10ഓളം കേസുകൾ. കനത്ത ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. നമ്മുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത കഥാപാത്രം അവതരിപ്പിക്കുമ്പോഴാണ് ഒരു അഭിനേതാവ് പൂർണ്ണതയിലെത്തുക എന്ന് നടി പ്രിയംവദ. വിലായത്ത് ബുദ്ധയിലേത് ആരും കൊതിച്ചു പോകുന്ന കഥാപാത്രം. 4 വർഷത്തെ സിനിമാ യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്നും പ്രിയംവദ ന്യൂസ് മലയാളത്തോട്. ഒന്നിനും ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഈ ജീവിതത്തിൽ എനിക്ക് വേറൊരു ജീവിതം കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നത് അത് ആക്ടിങ് എന്നുള്ളൊരു പ്രൊഫഷനിൽ കിട്ടുന്ന ഒരു ഗുണമാണ് കേട്ടോ അത്. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച തുടക്കം. 2 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് പിന്നിട്ടു. പരമ്പരയിൽ ഒപ്പമെത്താൻ ഇന്ത്യക്ക് ജയം അനിവാര്യം.
സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചി പോരാട്ടം. സെമി സ്പോട്ടിനായി വാരിയേഴ്സ്. മത്സരം രാത്രി 7:30 കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. ആഷസ് ടെസ്റ്റിൽ ഓസീസിന് 205 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിലും തകർന്നടിഞ്ഞ് ഇംഗ്ലണ്ട്. 164 റൺസിന് പുറത്ത്. ബോളണ്ടിന് 4, സ്റ്റാർക്കിനും ഡോജറ്റിനും 3 വിക്കറ്റുകൾ.